ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഒരു ബിൽഡിംഗ് ഇവിടെ പുതുതായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ ഇത് പറഞ്ഞതെന്നറിയോ? ഈ ബിൽഡിംഗ് 6 നിലയുള്ള ഒരു വലിയ ബിൽഡിംഗ് ആണ് കേട്ടോ ഉണ്ടാകാൻ പോകുന്നത്. ഈ ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ ആണ് നിങ്ങൾ ഈ കാണുന്നത്. അധികമായിട്ട് വളരെ സ്ട്രെങ്തോടുകൂടി നല്ല കമ്പികൾ ഉപയോഗിച്ച് വലിയ പില്ലാറുകളുമായിട്ടാണ് ഇതിന്റെ ഫൗണ്ടേഷൻ ഇവര് പണിതുയർത്തുന്നത്. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്നറിയാവോ? നമ്മുടെ ജീവിതവും ഇതുപോലെയാണ്. നിങ്ങൾ സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ വലിയൊരു ബിൽഡിങ്ങിനാണ് നിങ്ങൾ തുടക്കം കുറിക്കുന്നത്. അതിന് എന്ത് വേണം? നല്ലൊരു ഫൗണ്ടേഷൻ വേണം, വേണ്ടേ? ഉയർന്നു വരുന്ന ഒരു ബിൽഡിങ്ങിന് അതിൻ്റെ ഫൗണ്ടേഷൻ എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെയാണ് നിങ്ങളുടെ ജീവിതവും. നിങ്ങൾ സ്വപ്നം കാണുന്ന നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് എത്തിച്ചേരാൻ കുഞ്ഞുനാൾ മുതൽ പലരും നിങ്ങളോട് പറഞ്ഞ് നിങ്ങൾ ഇഷ്ടപ്പെട്ട ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ എന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നല്ലൊരു ഫൗണ്ടേഷനാണ്. അതായത് വളരെ ചെറുതിലെ തന്നെ ആ ഫൗണ്ടേഷൻ ഇരുന്നാൽ, ഞാൻ നേരത്തെ കാണിച്ചു തന്ന ബിൽഡിംഗ് പോലെ തന്നെ ഫൗണ്ടേഷൻ എത്ര സ്ട്രോങ് ആകുന്നോ, അത് എത്ര ആദ്യം നമ്മൾ പണിതുയർത്തുന്നുവോ അതുപോലെ ആയിരിക്കും മുന്നോട്ടുള്ള ജീവിതവും. ഇവിടെ കണ്ടില്ലേ, എൻ്റെ ചുറ്റും ഇവിടെ കാണുന്നത് ഞങ്ങളുടെ ഈ വർഷത്തെ മിടുക്കരായ നിങ്ങളുടെ ചേച്ചിമാരെയും ചേട്ടന്മാരെയുമാണ്. വളരെ കുഞ്ഞിലേ തന്നെ അവർ കണ്ടു തുടങ്ങിയ സ്വപ്നങ്ങൾ സ്വായത്തമാക്കുവാൻ അവരെ സഹായിച്ചത് ചിട്ടയായ പഠനമാണ്. ഒരുപക്ഷെ ഈ പഠനം ഇതിൽ മെജോറിറ്റിയും ആരംഭിച്ചത് വളരെ ചെറിയ നാളിലെ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്കും ഒരു വാക്ക്: നിങ്ങളുടെ സ്വപ്നം ഒരു ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആവുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ തുടങ്ങേണ്ടത് വളരെ ചെറുതിലേ തന്നെയാണ്. 6ാം ക്ലാസ്, 7ാം ക്ലാസ്, 8ാം ക്ലാസ് മുതൽ നിങ്ങൾ നിങ്ങളുടെ പഠനം ക്രമീകരിച്ച് കൃത്യമായി ചിട്ടയോടുകൂടി എത്തിച്ചേർന്നാൽ ഒരു പ്രയാസവുമില്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അതിനുദാഹരണമാണ് ഈ ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാം. അപ്പം നിങ്ങളും ഞങ്ങളോടൊപ്പം ചേർന്ന് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്തുകയല്ലേ? ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റുകൾ 2 ദിവസമായിട്ടാണ് നടത്തപ്പെടുന്നത്. ഓൺലൈൻ ബാച്ചുകളിലേക്കുള്ള സ്ക്രീനിംഗ് ടെസ്റ്റ് നവംബർ 27-ാം തീയതിയും ഓഫ്ലൈൻ സ്ക്രീനിംഗ് ടെസ്റ്റ് ഡിസംബർ 4-ാം തീയതിയുമാണ് ബ്രില്യൻ സ്റ്റഡി സെന്റർ കണ്ടക്ട് ചെയ്യുന്നത്. സോ നല്ലൊരു ഫൗണ്ടേഷനായി ബ്രില്യനിനൊപ്പം ചേരുകയല്ലേ? അപ്പോൾ നമുക്ക് ഒരുമിച്ച് തുടങ്ങിയാലോ? നിങ്ങളിപ്പോൾ പലരും ആലോചിക്കുന്നുണ്ടാവും അല്ലേ, നല്ല ഫൗണ്ടേഷൻ, നല്ല ബിൽഡിംഗ് പോലെ എൻട്രൻസിൽ ഫൗണ്ടേഷന് എന്ത് റോളാണെന്നുള്ളത്. നോക്കൂ, നമ്മൾ ആദ്യത്തെ 12 വർഷം, അതായത് +2 വരെ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് പഠിച്ച് വലിയ വലിയ ക്വസ്റ്റ്യനുകൾക്ക് ആൻസർ എഴുതി ശീലിച്ചു പോകുന്നവരാണ്. ഇനി നിങ്ങൾ +2 കഴിഞ്ഞ് മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനുകളിലേക്ക് പോകുമ്പോൾ ഒബ്ജക്റ്റീവ് ടൈപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ഒരു പക്ഷേ കുറച്ചുകൂടി കൃത്യതയാർന്ന പഠനവും വ്യക്തമായ മാർഗനിർദ്ദേശവും ഉണ്ടെങ്കിലേ വലിയ വലിയ പാരഗ്രാഫുകളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു കോർ കോൺസെപ്റ്റിൽ നിന്ന് ഒരു കുഞ്ഞു ഉത്തരത്തിലേക്ക്, ഒരു 1 വേർഡ് ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയും. മാത്രവുമല്ല, നിങ്ങൾ കരുതുന്നത് പോലെ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ട്രാക്ക് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അതിന് ചിട്ടയായതും കൃത്യതയാർന്നതുമായ പഠനം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും തന്നെ, എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാം ഈ പ്രായത്തിൽ പഠിക്കാൻ വളരെ ആവേശവും ഓരോ കാര്യങ്ങളെക്കുറിച്ച് അറിയുവാനും വളരെ ക്യൂരിയോസിറ്റി ഉള്ള കുഞ്ഞുങ്ങളുമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കെട്ടിടത്തെ അതിൻ്റെ ഫൗണ്ടേഷൻ എത്രത്തോളമാണോ താങ്ങി നിർത്തുന്നത്, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക്, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുമ്പോൾ ആ പഠനം, നിങ്ങൾ തുടങ്ങുന്ന ഏർലി സ്റ്റേജിലെ നിങ്ങൾ ആരംഭിക്കുന്ന ചിട്ടയായിരുന്ന ആ പഠനം നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തെ എങ്ങനെയാണ് അത് സഹായിക്കാൻ പോകുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കെല്ലാവർക്കും ചിട്ടയായ പഠനം വീട്ടിലിരുന്നും നടത്താം. പല കുട്ടികളും ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, എന്താ മിസ്സേ ഞാൻ ബ്രില്യനിൽ തന്നെ വന്ന് പഠിക്കണം എന്നുണ്ടോന്ന്. തീർച്ചയായും ഇല്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ മുൻപിൽ ഒരുപാട് വഴികളുണ്ട് വീട്ടിലേക്ക് എത്താൻ അല്ലെങ്കിൽ സ്കൂളിലേക്ക് എത്താൻ. പക്ഷേ ഏറ്റവും എളുപ്പമുള്ള വഴിയെ, മറ്റ് ദുർഘടങ്ങളൊന്നുമില്ലാത്ത വഴിയെ വളരെ നന്നായിട്ട് സഞ്ചരിച്ചെത്തണമെങ്കിൽ അച്ഛനോ അമ്മയോ മറ്റാരെങ്കിലുമോ വഴി കാട്ടിത്തരണം. ആണോ അല്ലേ? അതുപോലെയാണ് പരീക്ഷയ്ക്കെത്തുമ്പോൾ ഒരുപാട് വഴികൾ നിങ്ങളുടെ മുൻപിൽ ഉണ്ടാകാം. പലരും പല വഴികളും നിങ്ങൾക്ക് മുൻപിൽ തുറന്നിടാം. പക്ഷേ കൃത്യമായ വഴിയിലൂടെ നടന്നാലേ ചുവടുകൾ പിഴയ്ക്കാതെ വളരെ വേഗം, അതുപോലെ തന്നെ സാവധാനത്തിൽ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ കഴിയും. അതിന്
ആത്മസമർപ്പണവും കഠിനാധ്വാനവും മാത്രം പോരാ. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരുടെ മേൽനോട്ടവും കൃത്യതയാർന്ന മെറ്റീരിയലുകളും നോട്ട്സും ഒക്കെ തന്നെ നിങ്ങളെ അതിലേക്ക് എത്തിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ കെട്ടുമ്പോൾ നല്ല പണിക്കാർ മാത്രം മതിയാകുമോ? തീർച്ചയായും പോരാ. നല്ല മെറ്റീരിയലുകൾ, സിമന്റ് ആയാലും കമ്പി ആയാലും കട്ടയായാലും നല്ല മെറ്റീരിയലുകൾ ഉണ്ടെങ്കിലേ ആ ബിൽഡിങ്ങിന് ഉറപ്പുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കാൻ വില്ലിംഗ് ആണ്, പക്ഷേ നിങ്ങളുടെ പഠിത്തത്തെ സ്വാധീനിക്കാൻ, നിങ്ങളോടൊപ്പം നിൽക്കാൻ, നിങ്ങളുടെ ബേസ്മെന്റ് സ്ട്രോങ് ആക്കുവാൻ ഒരു കൂട്ടം അധ്യാപകർ ഇവിടെ നിരന്തര പരിശ്രമത്തോടെ നിങ്ങൾക്കൊപ്പം ചേരാൻ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികളെ, നിങ്ങൾ സ്വപ്നം കാണുന്നത് മറ്റാരും കാണാത്ത, അല്ലെങ്കിൽ ഒരുപക്ഷെ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നതിയിലുള്ള ഒരു പ്രൊഫഷൻ ആണെങ്കിൽ അവിടേക്ക് നടന്നെത്താൻ മറ്റൊരാളുടെ കൈ പിടിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഇവിടെ ബുദ്ധി നിങ്ങളുടേതാണ്. ഏറ്റവും നല്ല കൈപിടിച്ച് ഉറച്ച ചുവടുകളോടെ ആത്മവിശ്വാസത്തോടെ നടന്നെടുക്കുമ്പോൾ അതിവേഗം നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഫൗണ്ടേഷന്റെ ആവശ്യകത മനസ്സിലാക്കി എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അതിനനുസരിച്ചാണ് ഇനി നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇവിടെ സെലക്ഷൻ നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. നിങ്ങളാണ് ചിന്തിക്കേണ്ടത്. ഞാൻ എന്താകണം, എന്താണ് എൻ്റെ സ്വപ്നം? അച്ഛനും അമ്മയും പറഞ്ഞു തന്നത്, നിങ്ങൾ കണ്ടുപഠിച്ചത്, നിങ്ങൾ കേട്ട് വളർന്നത്, അതിനപ്പുറം നിങ്ങളുടെ ആഗ്രഹം. ഇതിനൊക്കെ അനുസരിച്ച് ചുവടുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൈപിടിച്ച് കൂടെ നടക്കുവാൻ ഞങ്ങൾ ദ എൻറ്റയർ ടീം ഈസ് വെയിറ്റിംഗ് ഫോർ യു.